Hi everyone, welcome to JM Academy. IELTS റീഡിങ്ങിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ ടൈപ്സും അതിൽ 3 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് കാണാത്തവർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കുക, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. IELTS റീഡിങ്ങിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനകത്ത് സമ്മറി കംപ്ലീഷൻ ക്വസ്റ്റ്യന്, യെസ് നോ നോട്ട് ഗിവൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ഈസി ആയിട്ട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ ഒരു വീഡിയോയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണും, അതിനെ ബേസ് ചെയ്തിട്ട് 3-4 ഓപ്ഷൻസ് കാണും. അപ്പോൾ പാരഗ്രാഫ് വായിച്ചിട്ട് ഈ 3-4 ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആ ക്വസ്റ്റ്യനോട് യോജിച്ച് നിൽക്കുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. വൈ ഡിഡ് ദ ഡൈവേഴ്സ് പെർഫോം ലെസ് വെൽ ഇൻ കോൾഡർ കണ്ടീഷൻസ്? ക്വസ്റ്റ്യൻ വായിക്കുക, അത് മനസ്സിലാക്കുക. എന്താണ് നമുക്ക് പാരഗ്രാഫിൽ നിന്ന് വേണ്ടത്? കോൾഡർ കണ്ടീഷൻസിൽ ഡൈവേഴ്സ് കുറച്ച് ലെസ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്, അവരുടെ പെർഫോമൻസ് കുറച്ച് കുറവാണ്. അതിൻ്റെ റീസൺ വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസൺ, കാരണം എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? സോ പാരഗ്രാഫ് നോക്കാം. ഇതൊരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം, കാരണം ഒരു പെർട്ടിക്കുലർ കാര്യം ചോദിച്ചിട്ട് പറഞ്ഞിട്ട്, അതായത് ഡൈവേഴ്സ് അവരുടെ പെർഫോമൻസ് കുറവാണെന്ന് പറയുന്നുണ്ട്, അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ ആ ഡൈവേഴ്സ് പെർഫോം ചെയ്യുന്നത് കുറവാണ് എന്ന് വരുന്ന ആ ഒരു പോർഷൻ വേണം നമ്മൾ ആദ്യം നോക്കാനായിട്ട്. ഓക്കെ, സോ ഇവിടെ പാരഗ്രാഫ് നോക്കാം. സൈക്കോളജിസ്റ്റ് ഹാവ് ഓൾസോ സ്റ്റഡീഡ് ഹൗ ബീയിങ് കോൾഡ് അഫക്ട്സ് പെർഫോമൻസ്. അപ്പോൾ സൈക്കോളജിസ്റ്റ് സ്റ്റഡി ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് കോൾഡ് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ സെൻറ്റൻസിൽ നമ്മൾ ഡൈവേഴ്സ് ലെസ് പെർഫോം ആണ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഇനി റിസർച്ചേഴ്സ് കമ്പയർഡ് ഡൈവേഴ്സ് working in icy cold water at 5 degrees Celsius with others in water at 20 degrees Celsius. അപ്പോൾ റിസർച്ചേഴ്സ് കമ്പയർ ചെയ്തു ഐസി കോൾഡ് വാട്ടറിൽ അവിടുത്തെ ഡൈവേഴ്സും ആൻഡ് 5 ഡിഗ്രി സെൽഷ്യസ് ഉള്ളതും പിന്നെ 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ളതും അവർ കമ്പയർ ചെയ്തു എന്നാണ് പറയുന്നത്. അഗെയിൻ ഈ ഒരു സെൻറ്റൻസിലും ഡൈവേഴ്സ് പുവർ പെർഫോമൻസ് ആണെന്ന് പറയുന്നില്ല. The colder water made the divers worse at simple arithmetic and other mental tasks. അപ്പം അവരുടെ പെർഫോമൻസ് വേഴ്സ് ആണ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്, അല്ലേ? ടാസ്കിൽ പെർഫോമൻസ്. ഇനി ബട്ട് സിഗ്നിഫിക്കൻ്റ്ലി ദർ പെർഫോമൻസ് വാസ് ഇംപയർഡ് ആസ് സൂൺ ആസ് ദേ വെയർ പുട്ട് ഇൻ ടു ദ കോൾഡ് വാട്ടർ. അപ്പോൾ കോൾഡ് വാട്ടറിൽ ആസ് സൂൺ ആസ് അവരെ പുട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ പെർഫോമൻസ് കുറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്തെ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്, പെർഫോമൻസ് കുറവാണെന്നുള്ളത്. പക്ഷേ ഇതുവരെ റീസൺസ് ഒന്നും പറയുന്നില്ല, അല്ലേ? ഇനി ബിഫോർ ദെയർ ബോഡീസ് ഹാഡ് ടൈം ടു കൂൾ ഡൗൺ എന്ന് പറയുന്നുണ്ട്. അതായത് അവരുടെ ബോഡി കൂൾ ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ പെർഫോമൻസ് കുറഞ്ഞു എന്നാണ് പറയുന്നത്. This suggests that the low temperature did not slow down mental functioning directly, but the feeling of cold distracted the divers from their task. അപ്പം ലോ ടെമ്പറേച്ചർ അവരുടെ മെൻ്റൽ ഫങ്ഷനിങ് ഡയറക്റ്റ്ലി അത് സ്ലോ ഡൗൺ ചെയ്തിട്ടില്ല, പക്ഷെ കോൾഡ് ഫീൽ ചെയ്തത് അവരെ ഡിസ്ട്രാക്ട് ചെയ്തു അവരുടെ ടാസ്കിൽ നിന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം, പെർഫോമൻസ് കുറയാനുള്ള കാരണം എന്നാണ് നമുക്ക് വേണ്ടത്, അല്ലേ? ഇനി നിങ്ങൾ ഓപ്ഷൻസ് വെച്ച് പാരഗ്രാഫ് കമ്പയർ ചെയ്യുക. ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, ദേ വെർ ലെസ് ഏബിൾ ടു കോൺസെൻട്രേറ്റ്. അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി കുറവായിരുന്നു എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, ദെയർ ബോഡി ടെമ്പറേച്ചർ ഫെൽ ടു ക്വിക്ക്ലി. പെട്ടെന്ന് തന്നെ അവരുടെ ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞു എന്നാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, ദെയർ മെൻ്റൽ ഫങ്ഷൻസ് വെയർ ഇമ്മീഡിയറ്റ്ലി അഫക്റ്റഡ് ബൈ ദ കോൾഡ്. അവരുടെ മെൻ്റൽ ഫങ്ഷൻസ് ഇമ്മീഡിയറ്റ്ലി അഫക്റ്റ് ആയി കോൾഡ് വെച്ചിട്ട്. പിന്നെ ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് ദേ വെർ യൂസ് ടു സ്വിമ്മിംഗ് പൂൾ കണ്ടീഷൻസ്. അതായത് സ്വിമ്മിംഗ് പൂൾ കണ്ടീഷൻസിലായിരുന്നു അവർ യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ സ്വിമ്മിംഗ് പൂൾ എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നേ ഇല്ല, അല്ലേ? അതായത് ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, 20 ഡിഗ്രി സെൽഷ്യസ് സ്വിമ്മിംഗ് പൂൾ ടെമ്പറേച്ചർ എന്നുള്ളതാണ്. അപ്പം അതിൽ യൂസ്ഡ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞില്ല, റിസർച്ചേഴ്സ് കമ്പയർ ചെയ്യുന്നു എന്നേ പറഞ്ഞുള്ളൂ 5 ഡിഗ്രി സെൽഷ്യസും 20 ഡിഗ്രി സെൽഷ്യസും. സോ അവർ സ്വിമ്മിംഗ് പൂളിലെ കണ്ടീഷനുമായിട്ട് യൂസ്ഡ് ആണെന്നുള്ള ഒരു ഐഡിയ അവിടെ പറയുന്നില്ല, അല്ലേ? ഇനി അതിന് മുമ്പിലത്തെ സി ഓപ്ഷൻ, മെൻ്റൽ ഫങ്ഷൻസ് ഇമ്മീഡിയറ്റ്ലി അഫക്റ്റ് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ മെൻ്റൽ ഫങ്ഷനെ പറ്റി ഇവിടെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ലോ ടെമ്പറേച്ചർ ഡിഡ് നോട്ട് സ്ലോ ഡൗൺ മെൻ്റൽ ഫങ്ഷനിങ് ഡയറക്ട്ലി എന്നാണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അവിടെ പറയുന്നത്. ഇനി അപ്പോൾ അതും വരില്ല ആൻസർ ആയിട്ട്. ഇനി ബി ഓപ്ഷൻ നോക്കാം, ദെയർ ബോഡി ടെമ്പറേച്ചർ ഫെൽ ടു ക്വിക്ക്ലി.
പെട്ടെന്ന് തന്നെ അവരുടെ ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞു എന്നാണ്. സോ ഇവിടെ പറയുന്നുണ്ട് അവരുടെ ബോഡി കൂളാകുന്നതിന് മുമ്പ് തന്നെ എന്ത് പറ്റി, അവരുടെ പെർഫോമൻസ് ഇമ്പയർ ആയി എന്ന് പറയുന്നുണ്ട്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പെർഫോമൻസ് ഇമ്പയർ ആകുന്നതിൻ്റെ കാരണമാണ്. അപ്പോൾ ആ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരില്ല അല്ലേ. ഇനി ദേ വെർ ലെസ് ഏബിൾ ടു കോൺസെൻട്രേഷൻ എന്നുള്ളൊരു എബിലിറ്റി കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സിനോണിം അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഡിസ്ട്രാക്റ്റഡ്, കോൾഡിൽ ഡിസ്ട്രാക്റ്റഡ് ആയി എന്ന് പറയുന്നുണ്ട്. സോ ദ ആൻസർ ഇസ് എ. ഓക്കെ, സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത് എങ്ങനെയാണ്, ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു, നമ്മൾ പാരഗ്രാഫ് മനസ്സിലാക്കി, നമ്മൾ ക്വസ്റ്റ്യനോട് സാമ്യമായിട്ടുള്ള ആ ഒരു പോർഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, എന്നിട്ട് ഓപ്ഷൻസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്തത്. ഓപ്ഷൻസ് കമ്പയർ ചെയ്ത സമയത്ത് കോൺസെൻട്രേറ്റ് എന്ന വേർഡ് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ക്വിക്ക്ലി എന്ന വേർഡ്, സ്വിമ്മിംഗ് പൂൾ എന്ന വേർഡൊക്കെ അവിടെ പാരഗ്രാഫിലും ഉണ്ട്, ഓപ്ഷൻസിലും ഉണ്ട്. അപ്പോൾ ആ വേർഡ് വെച്ചിട്ടല്ല നമ്മൾ ആൻസർ ചെയ്തത്, അതേ മീനിങ് ഉള്ള അതേ ഐഡിയ വരുന്നുണ്ടോ എന്നാണ് നമ്മളവിടെ നോക്കിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ നമ്പർ ഓഫ് ഡേ ലൈറ്റ് hours. സോ ഇതൊരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിരുന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അല്ലേ. WH വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, Y വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്. ഇവിടെ WH ക്വസ്റ്റ്യൻ അല്ല, ഇവിടെ എൻഡിങ്ങും ഇല്ല, അതായത് ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ട് എൻഡ് ചെയ്തിട്ടില്ല. ഇതുമായിട്ട് കണക്ട് ചെയ്ത് വായിച്ചാലേ നമുക്ക് മീനിങ് മനസ്സിലാവുള്ളൂ അല്ലേ. സോ ഇവിടെ ദ നമ്പർ ഓഫ് ഡേ ലൈറ്റ് hours. സോ ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും ക്വസ്റ്റ്യനും ആ ഓപ്ഷൻസും കൂടെ ഒരുമിച്ച് വായിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. സോ ഇവിടെ പറയുന്നത് ദ നമ്പർ ഓഫ് ഡേ ലൈറ്റ് hours അഫക്ട്സ് ദ പെർഫോമൻസ് ഓഫ് വർക്കേഴ്സ് ഇൻ റെസ്റ്റോറൻറ്റ്സ്. അതായത് ഡേ ലൈറ്റ് അവേഴ്സിൻ്റെ നമ്പർ റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്യുന്നവരുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് ആണ്. അടുത്തത് ഡേ ലൈറ്റ് അവേഴ്സിൻ്റെ നമ്പർ ഇൻഫ്ലുവൻസസ് ആനിമൽ ഫീഡിങ് ഹാബിറ്റ്. അപ്പോൾ ഫീഡിങ് ഹാബിറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ്. മൂന്നാമത്തെ ഓപ്ഷൻ മേക്സ് ആനിമൽസ് ലൈക്ക് ഹാംസ്റ്റേഴ്സ് മോർ ആക്റ്റീവ്. ഹാംസ്റ്റേഴ്സ് പോലെയുള്ള ആനിമൽസ് കുറച്ചുകൂടി ആക്റ്റീവായി എന്നാണ് പറയുന്നത്. നാലാമത്തെ ഓപ്ഷൻ പ്രിപ്പയർസ് ഹ്യൂമൻസ് ഫോർ ഹാവിങ് ഗ്രേറ്റർ ലീഷർ ടൈം. അപ്പോൾ ഡേ ലൈറ്റ് അവേഴ്സിൻ്റെ നമ്പർ കൊണ്ട് ഹ്യൂമൻസിന് കുറച്ചുകൂടെ ഗ്രേറ്റർ ടൈം കിട്ടി, ലീഷർ ടൈം കിട്ടി എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിലോട്ട് പ്രിപ്പയർഡ് ആകാൻ പറ്റി എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരിക. ഇനി നമുക്ക് പാരഗ്രാഫ് വായിച്ച് നോക്കാം. Psychologists have conducted studies showing that people become less skeptical and more optimistic when the weather is sunny. However, this apparently does not just depend on the temperature. അപ്പോൾ സൈക്കോളജിസ്റ്റ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്ത് അത് കാണിക്കുന്നത് ആൾക്കാർ ലെസ് സ്കെപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഡൗട്ട് കുറവും, മോർ വിശ്വാസം, ഒപ്റ്റിമിസ്റ്റിക്, ഹോപ്പും ഉണ്ട് എന്നുള്ളതാണ്. വെൻ ദ വെദർ ഇസ് സണ്ണി വെദർ ആയിരിക്കുമ്പോൾ. പക്ഷേ ഇത് ടെമ്പറേച്ചറിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. An American psychologist studied customers in a temperature controlled restaurant. അപ്പോൾ ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലെ കസ്റ്റമേഴ്സിനെ സ്റ്റഡി ചെയ്തു എന്നാണ് പറയുന്നത്. They gave bigger tips when the sun was shining and smaller tips when it wasn't, even though the temperature in the restaurant was the same. So റെസ്റ്റോറൻറ്റിലെ ടെമ്പറേച്ചർ സെയിം ആയിരുന്നപ്പോഴും സൺ വാസ് ഷൈനിങ് ആ ഒരു പീരീഡ്, സൺ നന്നായിട്ടുള്ള സമയത്ത് ടിപ്സ് കൂടുതൽ കൊടുത്തു. അപ്പോൾ സൺ ഷൈനിങ് കുറച്ചായിരുന്ന സമയത്ത് അവർ സ്മോളർ ടിപ്സാണ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. എ ലിങ്ക് ബിറ്റ്വീൻ വെദർ ആൻഡ് മൂഡ് ഇസ് മെയ്ഡ് ബിലീവബിൾ ബൈ ദ എവിഡൻസ് ഫോർ എ കണക്ഷൻ ബിറ്റ്വീൻ ബിഹേവിയർ ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ഡേ ലൈറ്റ് hours. സോ വെദറും മൂഡും തമ്മിലുള്ളൊരു കണക്ഷനെ പറ്റിയാണ് അവിടെ പറയുന്നത് അല്ലേ. This in turn might involve the level of hormone called melatonin produced in the pineal gland in the brain. അപ്പം മെലറ്റോണിൻ എന്നൊരു ഹോർമോണിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഉണ്ട്. അത് ആ ഒരു മെലറ്റോണിൻ ഹോർമോൺ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ദ എമൗണ്ട് ഓഫ് മെലറ്റോണിൻ ഫോൾസ് വിത്ത് ഗ്രേറ്റർ എക്സ്പോഷർ ടു ഡേ ലൈറ്റ്. അപ്പോൾ ഡേ ലൈറ്റ് കൂടുതലാകുമ്പോൾ മെലറ്റോണിൻ ഫോൾസ് കുറയുന്നു. Research shows that melatonin plays an important part in the seasonal behavior of certain animals. റിസർച്ച് കാണിക്കുന്നത് മെലറ്റോണിൻ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഉണ്ട് ആനിമൽസിൻ്റെ ബിഹേവിയറിന് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫുഡ് കൺസംഷൻ ഓഫ് സ്റ്റാഗ്സ് ഇൻക്രീസസ് ഡ്യൂറിങ് ദ വിൻ്റർ. അപ്പോൾ ഫുഡ് കൺസംഷൻ അവരുടെ കൂടുന്നു വിൻ്ററിൽ. റീച്ചിങ് എ പീക്ക് ഇൻ ദ ഫെബ്രുവരി മാർച്ച്. It falls again to a low point in May, then rises to a peak in September. അപ്പം ഓരോ മാസം കൂടുന്നതും കുറയുന്നതും ഒക്കെ അവിടെ പറയുന്നുണ്ട്. ബിഫോർ ഡ്രോപ്പിംഗ് ടു അനദർ മിനിമം ഇൻ നവംബറിൽ അത് വീണ്ടും ഡ്രോപ്പ് ആവുന്നെന്ന് പറയുന്നുണ്ട്. ദീസ് ചേഞ്ചസ് സീം ടു ബി ട്രിഗേർഡ് ബൈ വേരിയിങ് മെലറ്റോണിൻ ലെവൽസ്. അപ്പം മെലറ്റോണിൻ ലെവൽസിൻ്റെ വേരിയേഷനാണ് ഇത് ട്രിഗർ ആക്കുന്ന ഒരു ഫാക്ടർ എന്ന് അവിടെ പറയുന്നുണ്ട് അല്ലേ. ഇനി നമ്മുടെ ഓപ്ഷൻസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഡേ ലൈറ്റ് അവേഴ്സ് കൊണ്ട് എന്താ സംഭവിച്ചത്? ഫസ്റ്റ് ഓഫ് ഓൾ
റെസ്റ്റോറൻറ്റിലെ വർക്കേഴ്സിൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്തു. അങ്ങനെയല്ലല്ലോ നമ്മളവിടെ വായിച്ചത്. റെസ്റ്റോറൻറ്റിൽ വരുന്ന കസ്റ്റമേഴ്സ് ടിപ്സ് കൊടുക്കുന്നതിനെ പറ്റിയാണ് വായിച്ചത്. റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പറ്റി നമ്മളവിടെ വായിച്ചിട്ടില്ല. സോ എ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇൻഫ്ലുവൻസസ് ആനിമൽ ഫീഡിങ് ഹാബിറ്റ്സ്. അപ്പോൾ ഫീഡിങ്ങിൻ്റെ ഹാബിറ്റ്സിനെ പറ്റി പറയുന്നുണ്ട് അവിടെ അല്ലേ. അതായത് ആദ്യം തന്നെ അവിടെ പറയുന്നത് ഈ എന്താണ് ഡേ ലൈറ്റ് അവേഴ്സ് നമ്മുടെ ബിഹേവിയറും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. മെലറ്റോണിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇൻവോൾവ്മെൻ്റ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അവിടെ ഫുഡ് കൺസംഷൻ മാർച്ചിൽ ഫോൾ ആകുന്നു, സെപ്റ്റംബറിൽ കൂടുന്നു എന്നൊക്കെയുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ആനിമലിൻ്റെ ഫീഡിങ് ഹാബിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നൊരു ഐഡിയ അവിടെ പറയുന്നുണ്ട് അല്ലേ. സോ നമുക്കതവിടെ വെക്കാം. ഇനി സി ഓപ്ഷൻ നോക്കിക്കേ. മേക്സ് ആനിമൽസ് ലൈക്ക് ഹാംസ്റ്റേഴ്സ് മോർ ആക്റ്റീവ്. ഹാംസ്റ്റേഴ്സ് എന്നുള്ള ആനിമലിനെ മോർ ആക്റ്റീവ് ആക്കുന്നു എന്നുള്ളത് അവിടെ പറയുന്നില്ല. എനിക്കൊന്ന് ഹാംസ്റ്റേഴ്സ് എന്ന് തന്നെ അവിടെ ഹാംസ്റ്റേഴ്സിനെ പറ്റി അവിടെ പറയുന്നില്ല. ഇനി ഡി ഓപ്ഷൻ പ്രിപ്പയർസ് ഹ്യൂമൻസ് ഫോർ ഹാവിങ് ഗ്രേറ്റർ ലീഷർ ടൈം. ലീഷർ ടൈമിന് വേണ്ടി പ്രിപ്പയർ ആക്കുന്നു എന്നുള്ളതും അവിടെ പറയുന്നില്ല. മൂഡും ഇതും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് പറയുന്നത് അല്ലേ. സോ ഒന്നാമത്തത് മൂഡും വെതറും തമ്മിലുള്ള ഒരു റിലേഷൻ പറയുന്നുണ്ട്. പക്ഷേ അത് വർക്കേഴ്സ് ഇൻ റെസ്റ്റോറൻ്റ് അല്ല, റെസ്റ്റോറൻറ്റിൽ വരുന്ന ആൾക്കാരുടെ കസ്റ്റമേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം അതിൻ്റെ മൂഡും ഈ ഒരു വെതറും തമ്മിലുള്ളൊരു റിലേഷനാണ് പറയുന്നത്. ലീഷർ ടൈമിനെ പറ്റി അവിടെ പറയുന്നില്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് വരിക. ഓക്കെ. സോ ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയി കാണും. ആദ്യത്തേത് ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തേത് ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഒരേ രീതിയിലാണ് ചെയ്തത്. ക്വസ്റ്റ്യൻ വായിച്ചു മനസ്സിലാക്കി. പാരഗ്രാഫ് ഒറ്റ തവണയെ നമ്മൾ വായിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ പിന്നെയും നമുക്ക് 2-3 തവണ വായിക്കേണ്ടതായിട്ടൊക്കെ വരും അല്ലേ. നമ്മൾ ഒറ്റ തവണ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആൻസർ ചെയ്തത് അല്ലേ. ഒരു മെറ്റീരിയലിന് മിക്കവാറും ഒരു 2-3 മാക്സ് 5-ൽ കൂടുതലൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഒന്നും വരാറില്ല. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും കുറച്ച് കാണും അല്ലേ. സോ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കി വായിച്ചാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ യെസ് നോ നോട്ട് ഗിവൺ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ അല്ലെങ്കിൽ സമ്മറി കംപ്ലീഷനൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്ത രീതി വേറൊരു ഡിഫറെൻറ്റ് രീതിയായിരുന്നു അല്ലേ. അപ്പം ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്തത്, അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്തത് IELTS റീഡിങ്ങിന് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനുമായിട്ട് എഗെയിൻ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.